യുദ്ധം തുടങ്ങി സ്വന്തം കറൻസിയെ വെന്റിലേറ്റർ കയറ്റിയിരിക്കുകയാണ് സത്യത്തിൽ ട്രംപ് ഇപ്പോൾ. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള വ്യാപാരം, ലോകത്തിലുള്ള ഇനിയിപ്പോൾ ഓയിൽ മാത്രമല്ല വേറെ പല സംഗതികളുടെ വ്യാപാരം മേജർലി നടക്കുന്നത് US ഡോളറിലാണല്ലോ. ഇപ്പം നമുക്കറിയാം ഡോളറിൻ്റെ അപ്രമാദിത്യം ലോകത്ത് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു 1970-കളിലാണ്, 75 ആ ഒരു സമയത്താണ്. അതായത് US-ഉം സൗദിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ കരാറിലാണ് ഇനി നിങ്ങൾ ഓയിൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ US ഡോളറിൽ വിൽക്കണമെന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം പിന്നീട് ഓയിലിൻ്റെ മൊത്തത്തിലുള്ള വ്യാപാരം US ഡോളറിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും, ഒരു രാജ്യം പോലും ഒഴിവില്ലാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ള ഏറ്റവും വലിയ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഓയിലാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എന്തിന് നിർബന്ധമായി ഈ പറയുന്ന ഡോളർ വാങ്ങാൻ നിർബന്ധമായി, അല്ലെങ്കിൽ ഡോളറിന്റെ ശേഖരം ഉണ്ടാക്കാൻ നിർബന്ധിതമായി എന്നുള്ളതാണ്. ഇതാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടെല്ല് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കനെ ലോക പോലീസാക്കി നിർത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ ഡോളറാണ്. ഇനി ഡോളർ നിങ്ങൾക്ക് നൽകില്ല, അല്ലെങ്കിൽ ഡോളറിന്റെ ശേഖരം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ കമ്മോഡിറ്റി ആയിട്ടുള്ള ഈ പറയുന്ന ഓയിലിനെ ഒരു രാജ്യങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രശ്നം വരികയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയും അതിൻ്റെ കൂട്ടത്തിൽ അമേരിക്ക ലോക പോലീസായിട്ട് മാറുകയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 10-20 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ലോകത്തിലുള്ള പല രാജ്യങ്ങളും ഈ അപ്രമാദത്തിനെതിരെയുള്ള അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റാനുള്ള പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളെയൊക്കെ അമേരിക്ക നേരിട്ടത് അതിക്രൂരമായിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഗദ്ദാഫിയുടെ ഒരു മൂപ്പർക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്കറിയാലോ പുള്ളി കൊല്ലപ്പെട്ടതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിൻ്റെ പുറകിലുള്ള രഹസ്യമായിട്ട് പറയുന്നത് ഈ ആഫ്രിക്കക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ കറൻസി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഡോളറിന്റെ അപ്രമാദിത്യം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതല്ലാണ്ട് പൊളിറ്റിക്കൽ റീസൺസ് വേറെയുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും, സദ്ദാം ഹുസൈൻ ഈ പറയുന്ന ഇറാഖിലുള്ള ഓയിൽ റിഫൈനറീസും എണ്ണപ്പാടങ്ങളുടെയൊക്കെ ദേശസാൽക്കരണവും പിന്നെ അതിൻ്റെ ഡോളറിലുള്ള അതിൻ്റെ വിൽപ്പന അവസാനിപ്പിക്കാനുള്ള ശ്രമവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം അതിഭീകരമായിട്ടുള്ള രീതിയിൽ പല തരത്തിലുള്ള പ്രൊപ്പഗണ്ട മെക്കാനിസം കൂടെ കൊണ്ടുവന്നിട്ട് ആ രാജ്യങ്ങളെ തകർത്തെറിയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല യൂറോപ്യൻ യൂണിയന് ബേസിക്കലി ഈ പറയുന്ന ഡോളറിലുള്ള വ്യാപാരം അവസാനിപ്പിക്കണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടെ കാണാം. പക്ഷേ ഈ ഇറാൻ US വാർ തുടങ്ങിയപ്പോൾ ഇറാൻ ഹോർമൂസ് അങ്ങ് അടച്ചതിന് ശേഷമാണ് സത്യത്തിൽ ട്രംപ് കൊണ്ടുപോയി ഡോളറിനെ വെന്റിലേറ്ററിലിട്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പല രാജ്യങ്ങളും ഓൾറെഡി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കറൻസിയിലോട്ട് മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ UN സെൻട്രൽ ബാങ്ക് അടക്കം പറയുന്നുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവാനിലോട്ട് ഇതിൻ്റെ വ്യാപാരം മാറ്റേണ്ടി വരും എന്നുള്ള കാര്യം അവരടക്കം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പല തരത്തിലുള്ള മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ചരക്ക് വ്യാപാരം യുവാനിലും റൂബിളിലും, അതേപോലെ തന്നെ ഇന്ത്യ മലേഷ്യ ചരക്ക് വ്യാപാരം രൂപയിലും റിംഗറ്റിലും, അർജന്റീനയും ബ്രസീലും ചൈനീസ് ഇറക്കുമതി യുവാനില്, ഇറാന്റെ ചരക്ക് വ്യാപാരം യുവാൻ, യൂറോ, ക്രിപ്റ്റോ കറൻസി. അതായത് മേജർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള രാജ്യമാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയൊക്കെ ഡോളറിനെ കഴിയൊഴിയുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എത്രയോ പെർസെൻറ്റേജ് തന്നെ ഇടിവ് ഡോളറിന് സംഭവിക്കുന്ന രീതിയിലാണ്. മാത്രമല്ല ഈ പറയുന്ന ഒപെക് കൺട്രീസ് ഓയിലിൻ്റെ വ്യാപാരം ഡോളറിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരും എന്നുള്ളതാണ്. പക്ഷെ അത് തകരാതിരിക്കാനുള്ള ആൾട്ടർനേറ്റീവ് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ലോകത്തിലുള്ള എല്ലാ ടെക് കൈൻഡ് ഓഫ് സാധനങ്ങളുടെ ഹെഡ് ഓഫീസ് ഈ പറയുന്ന US സ്ഥാപിച്ചത് കൊണ്ടും എല്ലാം ഇവർ അതിനെ പിടിച്ചു നിർത്താനും അതിനെ ടാക്കിൾ ചെയ്യാനൊക്കെയുള്ള സിസ്റ്റം അവർക്കുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ പറയുന്ന വ്യാപാരം, അതായത് ഇപ്പോൾ ഓയിലിൻ്റെ ഒക്കെ വ്യാപാരം ഏതെങ്കിലും ഒരു രാജ്യം തന്നെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ആ ഡോളറിൻ്റെ ഇടിവ് അവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്.
പല രാജ്യങ്ങളുടെ തലവന്മാരും, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള, ഇപ്പോൾ സൗദിയിലാണെന്നുണ്ടെങ്കിലും യു എയിലാണെന്നുണ്ടെങ്കിലൊക്കെ രാജ്യങ്ങളുടെ തലവന്മാര് ചൈനയിലേക്ക് പോകുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഖത്തർ, ബഹ്റൈൻ, അതേപോലെ തന്നെ കുവൈത്ത്, പിന്നെ അതേപോലെ ഒമാന് പോലെയുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇവരുടെ ഓയിലിനെ കടൽ മാർഗം ടാങ്കറുകൾ വഴി വിൽക്കാനുള്ള ഒരു 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 സാധ്യത ഇപ്പൊ ഇല്ല. ഇവരെല്ലാം വെയിറ്റ് ചെയ്ത് നിന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ ചർച്ച നടക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഈ ചർച്ച നടന്ന് ഈ പറയുന്ന ഹോർമൂസ് തുറക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇവരുടെ നാട്ടിലോട്ട് പ്രൊഡക്റ്റുകൾ അങ്ങോട്ട് ചെല്ലുന്നുമില്ല. അപ്പൊ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഈ പല തരത്തില്, ഇപ്പോൾ ഒമാൻ വഴിയും സൗദി അറേബ്യ വഴിയും അതേപോലെ തന്നെ ഈ ജോർഡാൻ വഴി, അതേപോലെ തന്നെ ഇറാഖ് വഴിയൊക്കെ പൈപ്പ് ലൈനുകൾ ഇട്ടിട്ട് വേറെ തുറമുഖങ്ങളിലോട്ട് ഈ ഓയിൽ എത്തിച്ചിട്ട് അതിലൂടെ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾക്കും കൂടെ തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും പെട്ടെന്ന് തീരുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് ഡോളറിനിപ്പോൾ വെന്റിലേറ്ററിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിൽ മെഷീനൊക്കെ വെച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പുറത്തു വരുമോ അതോ വെന്റിലേറ്ററിൽ തന്നെ ഈ സാധനം തീർന്നു പോകുമോ എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.